PM ശ്രീ പദ്ധതി RSS അജണ്ടയെന്ന് വിമർശനം ആരുടേതാണെന്നറിയില്ല. എന്തായാലും കേരള സർക്കാർ മാതൃകാപരമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോ ഇവിടെ ഈ വിമർശനം ഉന്നയിച്ചത് മാപ്രകളാകാൻ തന്നെയാണ് സാധ്യത. ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ. CPI പോലുള്ള മറ്റു ചില പാർട്ടികളും ഇതിനെ എതിർക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തെ 14,500 സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഈ PM ശ്രീ എന്ന് പറയുന്നത്. ഇതിൽ 60% ഫണ്ട് കേന്ദ്രവും 40% ഫണ്ട് സംസ്ഥാനവും ചിലവഴിക്കണമെന്നതാണ് മാനദണ്ഡം. ഇവർ ഈ RSS അജണ്ട, BJP അജണ്ട എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകളിൽ PM ശ്രീ എന്ന ബോർഡ് സ്ഥാപിക്കണം. അതാണ് ഈ എതിർക്കുന്നവരുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം. നമ്മുടെ സ്കൂളുകൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊന്നും അവർ ആശങ്കാകുലരല്ല കേട്ടോ. ആ പേര് വെക്കുന്നതിൽ എന്താണ് പ്രശ്നം? PM എന്നാൽ പ്രധാനമന്ത്രിമാർ ഇന്നും നാളെയും ഒക്കെ മാറി മാറി വരുമല്ലോ. അതിലെവിടെയാണ് RSS, BJP എന്നൊക്കെ പറയുന്നത്? ഇനി ഈ RSS, BJP, PM എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ 4ാം ക്ലാസ്സുകാരിയുടെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ആ കുട്ടി പറയുന്നത് നമുക്കിങ്ങനെ പേടി തോന്നുന്നത് കാഴ്ചയുടെ പ്രശ്നമല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നാണ്. വളരെ ശരിയാണത്. എന്തായാലും നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഈ ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ എത്രയും വേഗം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.